പരമചരിതം ദിവ്യചേതോ വികാസം വന്ദേ സായി ഹരിഹരതേജം പരമകല്യാണനാമം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്നുള്ള വ്യാഴാഴ്ച രാത്രിയിലെ നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ സായീശ്വരൻ എല്ലാവരുടെ ഹൃദയത്തിലേക്കും എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ഗീത നിത്യജീവിതത്തിൽ ഗീത എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്താം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. എപ്പോഴും പറയുന്ന സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന കാര്യം, ഭഗവത്ഗീത എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അപ്പുറത്തുള്ള സൈന്യങ്ങളെ ചിന്തിക്കണം. മഹാഭാരത യുദ്ധമാകുന്ന ആ വലിയൊരു സമുദ്രം, അതിൻ്റെ നടുവിൽ ഇങ്ങനെ വിഷണ്ണനായിട്ട് നിൽക്കുന്ന അർജുനനെ ആ കർമ്മപഥത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന്റെ ശ്രമം. നമ്മുടെ ജീവിതത്തിലും ഇതേ സംഭവം എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കർമ്മവും അകർമ്മവും, അല്ലെങ്കിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും ആയ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ സെക്കൻഡും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും. അപ്പോൾ ആ സമയത്ത് നമ്മളെ നയിക്കുന്ന ആ ഭഗവാൻ നയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അർജുനനെ പോലെ ശിഷ്യനാകണം. അപ്പോ ഗുരുവാകുന്ന കൃഷ്ണൻ വന്നിട്ട് ഈ പറയുന്ന ആദ്യത്തെ ശ്ലോകം, ക്ലൈബ്യം എന്ന് പറഞ്ഞ നേരത്തെ ആ സ്വാമി വിവേകാനന്ദന് ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകം പറഞ്ഞിട്ടുണ്ടല്ലോ, തെക്തോത്തിഷ്ട പരന്തപ എന്ന് പറയുന്നില്ല, നീ എണീക്കൂ എന്നുള്ള പറയുന്നല്ലോ. ആ ശ്ലോകം കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും ഗീതോപദേശം തുടങ്ങുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തെ സാഖ്യയോഗത്തിലെ 11ാമത്തെ ശ്ലോകത്തിലാണ്. അപ്പൊ അർജുനന്റെ വിദ്വാൻ എന്നുള്ള വലിയ ലെവലിൽ നിന്ന് ക്രമേണ താഴേക്ക് വന്നിട്ട് കാർപ്പണ്യദോഷം കൊണ്ട് ഞാനിങ്ങനെ മൂടിയിരിക്കുകയായിരുന്നു. കാർപ്പണ്യദോഷാപഹര സ്വഭാവ പൃച്ഛാമിത്വം ധർമ്മസമ്മൂഢചേത യച്ഛരേശ്ചാന്യസ്ഥിതിഹം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വം പ്രപന്നം എന്ന് പറഞ്ഞിട്ട് ആണ് ഈ ശിഷ്യനായത്. അപ്പോൾ ആ ശിഷ്യൻ, ഒരു ഗുരുവിന്റെ കാരുണ്യം ശിഷ്യനിലേക്ക്, ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു, ഒരു ലീഡർ, ഒരു ഗുരു, ഇവരൊക്കെ എങ്ങനെ ഉണ്ടാവണമെന്ന് ശരിക്കും നമുക്ക് ഈ ഭഗവത്ഗീതയിൽ നിന്ന് പഠിക്കാം. അപ്പോൾ ആ ശിഷ്യനോടുള്ള അകൈതവമായ ശ്രദ്ധ, അല്ലെങ്കിൽ ശിഷ്യനിലുള്ള ശ്രദ്ധ, ശിഷ്യനെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ആ എന്തൂസിയാസം, ആ ഗുരുവിനുള്ള എന്തൂസിയാസം, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഗുരുക്കന്മാർക്കൊക്കെ ഒരു പ്രചോദനമാണ്. കാരണം ടീച്ചർ എന്നുള്ളതിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ എന്നുള്ള TEA എന്നുള്ളതിൽ ആ ഈനെ കുറിച്ച് എന്തൂസിയാസം എന്ന് ഡിഫൈൻ ചെയ്യാറുണ്ട്. ഭഗവാന്റെ ബാലവികാസ് ഗുരുക്കന്മാർക്കൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഈ എന്നുള്ളതിനെ എന്തൂസിയാസം എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ ആ എന്തൂസിയാസം കാണുന്നു കൃഷ്ണന്. ശിഷ്യനാകും ആയ അർജുനനെ ഉദ്ധരിക്കാനായിട്ട് ആ അമിതമായ ആവേശത്തോടുകൂടി പറയുന്ന ആദ്യത്തെ ശ്ലോകം, അശോച്യാനന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാംസുശ്ച നാന്യശോചന്തി പണ്ഡിത. പറയാണ്, നീ അതായത് ആരെക്കുറിച്ചാണോ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞിരുന്നു, ആരെക്കുറിച്ചാണോ നീ ദുഃഖിക്കേണ്ടതില്ലയോ അവരെ കുറിച്ചാണ് നീ ദുഃഖിക്കുന്നത്. വലിയ വിദ്വാൻമാരെ പോലെ ഒക്കെ അങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് നീ ഇപ്പൊ സംസാരിക്കുന്നത്. പ്രാണൻ പോയവരെ കുറിച്ചും പ്രാണൻ പോകാത്തവരെ കുറിച്ചും ഒന്നും വലിയ മഹാന്മാര്, പണ്ഡിതന്മാര് ചിന്തിക്കാറ് ഇല്ല. അപ്പോ ആ പണ്ഡിതന്മാരുടെ ആ സമദുഃഖ സുഖക്ഷമി എന്ന് പറയുന്ന ആ ഭാഗത്തെ കുറിച്ച് ഇവിടെ പറയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ശ്ലോകത്തെ കുറിച്ച് പറയുണ്ടായി. അപ്പോ ശരിക്കും പറഞ്ഞാൽ ആ സ്ഥിതപ്രജ്ഞന്റെ അടുത്ത തലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ. ആരാണ് സ്ഥിതപ്രജ്ഞൻ? അപ്പൊ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങളൊക്കെ പറയുന്നതിന് മുമ്പുള്ള ശ്ലോകങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ 2ാം അധ്യായം ശരിക്കും പറഞ്ഞാല് ജ്ഞാനയോഗം എന്നുകൂടി പറയും. അതായത് അത്ര വലിയ ജ്ഞാനമാണ് ഈ ഗീതയുടെ ഒരു ചെറിയ പതിപ്പ് തന്നെയാണ് 2ാം അധ്യായം.
സാഖ്യയോഗം. പണ്ടൊക്കെ മഹാന്മാർ പറയാറുണ്ട്, 2-ാം അധ്യായം മാത്രം പഠിച്ചാൽ തന്നെ നമ്മൾ ഭഗവത്ഗീത പഠിച്ച പോലെയായി. അത്രയ്ക്കും ആയിട്ടുള്ള കാച്ചി കുറുകിയിട്ടുള്ള സർവ്വ വേദാന്ത സാര സംഗ്രഹം ആണ് ശരിക്കും പറഞ്ഞാൽ 2-ാമത്തെ അധ്യായം. അതിലെ ഭഗവാൻ കൃഷ്ണന്റെ ആദ്യത്തെ വരി അശോചാൻ എന്നെ ശോചസ്ത്വം, ആദ്യത്തെ പറഞ്ഞാൽ ഗീതോപദേശം ശരിക്കും ചെയ്യുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞു ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്ന് പറയുന്ന ആദ്യത്തെ ഭാഗം, നീ ഇന്ന് ഉത്തിഷ്ഠ പ്രത്യോത്തിഷ്ഠ പരന്തപ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ശ്ലോകം. ഇത് 2-ാമത്തെ ശ്ലോകത്തിലാണ് ശരിക്കും ഗീതോപദേശം ആരംഭിക്കുന്നത്. എന്നിട്ടാണ് ഇവിടെ ആദ്യത്തെ തന്നെ പറയുന്നത് പണ്ഡിതന്മാരുടെ ലക്ഷണത്തെക്കുറിച്ച് കാരുണ്യപൂർവ്വം ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. ഉള്ളവരെ കുറിച്ചോ ഇല്ലാത്തവരെ കുറിച്ചോ ഒന്നും അവര് ദുഃഖിക്കില്ല, നീ എഴുന്നേൽക്കുമെന്ന് പറയുകയാണ്. അടുത്ത ഈ കഴിഞ്ഞ ആഴ്ച നമ്മളിത് പറഞ്ഞു. അടുത്ത ശ്ലോകം 12-ാമത്തെ ശ്ലോകം, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ ന ചൈവ ഭവിഷ്യാമ സർവേ വയമത പരം. അതായത് ഇവിടെ പറയാണ് ഈ ശ്ലോകം വലിയൊരു ശ്ലോകം കഴിഞ്ഞിട്ട്, അതായത് വലിയ പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകം കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിലാണ് ഇത് പറയുന്നത്. അതിന്റെ ആശയം പറയുന്നത് എന്താ പറഞ്ഞാല്, ഈ ഞാൻ ഒരിക്കലും ഇല്ലായിരുന്നു, നീ ഒരിക്കലും ഇല്ലായിരുന്നു, ഈ രാജാക്കന്മാരോ ഒന്നും ഇല്ല എന്നില്ല, നമ്മളെല്ലാം ഇതിനു ശേഷവും ഇല്ലാതാകുന്നതും ഇല്ല. അതല്ലേ, അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരു ആത്മബന്ധം എന്ന് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറില്ലേ? ആ ഒരു കീർത്തനം അതുപോലെ തന്നെയല്ലേ ഇത്. ഞാൻ ഒരിക്കലും ഇല്ലായിരുന്നു എന്നില്ല, അങ്ങനെയൊന്നുമില്ല. നീ ഒരിക്കലും ഇല്ലായിരുന്നു എന്നതുമില്ല. ഈ രാജാക്കന്മാരും ഒരിക്കലും ഇല്ലായിരുന്നു എന്നുമില്ല. നമ്മളെല്ലാം ഇതിനു ശേഷവും ഇല്ലാതാകുന്നുമില്ല. തമാശ രൂപത്തിൽ ഭഗവാൻ നമ്മുടെ പണ്ട് പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ നമ്മൾ സ്വാമിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു, നമ്മുടെ പ്രശാന്തി സേവയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ പലപ്പോഴും ഈവൻ അല്ലാതെ സ്റ്റുഡൻസിന്റെ കൂടി സ്വാമി ഇത് കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ സ്വാമി പറയുന്നുണ്ട്. അതായത് നമ്മൾ പോയി എടുക്കുക, സ്വാമി ഒരു സ്ഥലത്ത് ഇരിക്കുകയല്ലേ, നമ്മൾ കുറേ ബാച്ച് ആയിട്ട് പോയിട്ട് സ്വാമിയുടെ കൂടെ നിൽക്കും, എന്നിട്ട് നമ്മൾ മാറും പോകും. അപ്പൊ സ്വാമി എപ്പോഴും പറയും, ഇതെല്ലാം പോകുന്നു, ഞാൻ മാത്രം എപ്പോഴും ഇവിടെ, ഞാൻ മാത്രം ഇവിടെ. എത്ര വലിയ വേദാന്താണ് സ്വാമി പറയുന്നത്. എല്ലാവരും പോയും വന്നും കൊണ്ടിരിക്കുന്നു, ഞാൻ മാത്രം ഇവിടെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരാണ് പരമാത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളതെന്നും ആ ജീവാത്മാക്കൾ ഇങ്ങനെ പോയും വന്നും കൊണ്ടിരിക്കുന്നു, അല്ലെ, നരകത്തിൽ കിടക്കുന്ന ഇവൻ പോയി ദുരിതങ്ങളൊടുങ്ങിയ മനസ്സിന്റെ എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ഇങ്ങനെ വന്നും കൊണ്ടിരിക്കുന്നു, അജഞ്ചത്ത് ഗജമായി പിറക്കുന്ന ഗജഞ്ചത്ത് അംഗജവുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്തെക്കുറിച്ച് ഭഗവാൻ പറയാതെ പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാല്. അത് തമാശ രൂപത്തില് നമ്മളെ ഓർമ്മിക്കുക. ആ ശ്ലോകം, ഇപ്പൊ നമ്മൾ വായിച്ച ശ്ലോകം ഏതാണ്ട് ഭഗവാൻ ഒരു വലിയ വേദാന്തം പറയുകയാണ് ചെയ്തത്. ഞാൻ ഒരിക്കലും ഇല്ലായിരുന്നു എന്നില്ല, നീ ഒരിക്കലും ഇല്ലായിരുന്നു എന്നുമില്ല, ഈ രാജാക്കന്മാരും ഒരിക്കലും ഇല്ലായിരുന്നു എന്നില്ല, നമ്മളെല്ലാവരും ഇതിനു ശേഷവും ഇല്ലാതാകുന്നുമില്ല. അർജുനാകെ കൺഫ്യൂഷൻ ആയില്ലേ? കാരണം 2-ാമത്തെ ശ്ലോകമാണ്, അതായത് 11-ാമത്തെ ശ്ലോകം കഴിഞ്ഞ് 12-ാമത്തെ ശ്ലോകത്തിലാണ്. ഇനി 13-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് അറിയോ? ദേഹിനോസ്മിൻ യഥാദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്രത ന മുഹ്യതി. ഇതെല്ലാവർക്കും വളരെ പ്രശസ്തമായൊരു ശ്ലോകം കൂടിയാണ്. അതായത് ഈ ദേഹത്തെക്കുറിച്ച് സ്വാമി 2000 മുതൽ 2000 മുതൽ സ്വാമിയുടെ പ്രഭാഷണം നോക്കിയാൽ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് സ്വാമി സ്ട്രെസ് ചെയ്തതായിട്ട് കാണാം. ദേഹിനോസ്മിൻ യഥാദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. അതായത് ഈ ദേഹി എന്ന് പറഞ്ഞാൽ ആത്മാവ്, ദേഹിക്ക് ഈ ദേഹത്തിൽ എപ്രകാരമാണോ കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾ ഉണ്ടാകുന്നത്, അതേപോലെ ദേഹാന്തരപ്രാപ്തിയും ഉണ്ടാകുന്നു. ഈ വിഷയത്തിൽ ധീരൻ മോഹിക്കുന്നില്ല. ഇവിടെയാണ് ശരിക്ക് വലിയ ഗീതാ വാക്യങ്ങളൊക്കെ ഇതിന്റെ എക്സ്പ്ലനേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഇതിൽ ഒരു വേർഡാണ് ശരിക്കും പറഞ്ഞാൽ യുവജനങ്ങൾക്ക് പഠിക്കാൻ പറ്റിയത്. അതായത് ദേഹിനോസ്മിൻ യഥാദേഹേ കൗമാരം യൗവനം ജര താതാ ദേഹാന്തര പ്രാപ്തി
ധീരസ്തത്രന മുഖ്യത്. ഈ ധീരനായ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇതിൽ നിന്ന് കിട്ടും. ആരാണ് ധീരൻ എന്നുള്ള പേരിന് അർഹൻ? ഇത് വലിയ വലിയ പിന്നെ സ്വാമിജിമാരുടെ ഈ പ്രഭാഷണങ്ങൾ ശ്രവിച്ചാൽ അല്ലെങ്കിൽ അതൊന്ന് വായിച്ചാൽ നമുക്ക് ഈ ശ്ലോകം ഡിഫൈൻ ചെയ്യുമ്പോൾ അവർ സ്ട്രെസ് ചെയ്തിരിക്കുന്ന പോയിന്റ് ധീരനാണ്. ധീരന്റെ ഡെഫിനിഷൻ എന്താണെന്നറിയോ? ആരുടെ മനസ്സാണോ എപ്പോഴും ഈശ്വരനിൽ അല്ലെങ്കിൽ ആ പരമാത്മാവിൽ ലയിച്ചുകൊണ്ടിരിക്കുന്നത് അവനാണ് ധീരൻ. അല്ലാതെ നമ്മളിങ്ങനെ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്നതോ ഭയങ്കര ധൈര്യം എന്നൊക്കെ പറയില്ലേ, ആ ധീരനല്ല. ധീരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ധൈര്യം വേണം. ഈശ്വരനിൽ സദാ നിരന്തരമായിട്ട് ഈശ്വരനിൽ ലയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആകാൻ വലിയ ധൈര്യം വേണം. അപ്പൊ അങ്ങനെയുള്ള ധീരനെ കുറിച്ചാണ് ഭഗവത്ഗീത പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ധീരരാവണമെങ്കിൽ നമുക്ക് ഈശ്വര ചിന്ത വേണം, അല്ലെങ്കിൽ ഈശ്വരനിൽ ലയിച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈശ്വര സമക്ഷം സമർപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ കൗമാരം യൗവനം ഇതൊക്കെ എന്തിനാണ്? ദേഹത്തിനാണ്, ദേഹിക്കല്ല. അതാണ് നേരത്തെ പറഞ്ഞ ആത്മാവിനെ ഈ മൂവിൽ ബന്ധമില്ല, സ്വന്തം ദേഹവുമായൊരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളത് ആത്മബന്ധം. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും മാത്രമേ ബന്ധമുള്ളൂ. അത് എപ്പോഴും ഇങ്ങനെ വന്നും പോയി കൊണ്ടേയിരിക്കുന്നതാണ് ഈ ജീവാത്മാവ് എന്നുള്ള സാധനം. അത് എപ്പോഴാണോ വാസനകൾ ഒടുങ്ങുന്നത് ആ സമയത്ത് ഇതിൽ ലയിക്കും എന്നൊക്കെ നമ്മൾ പറയും. ശരിക്കും പറഞ്ഞാൽ ഈ ധീരൻ എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ശ്ലോകമാണ് ഇതിൽ. ധീരൻ ആരാണ്? ധീരൻ ഭഗവാനിൽ സദാ മനസ്സ് മുഴുകിയിരിക്കുന്ന വ്യക്തിയെയാണ് ധീരനായിട്ട് ഭഗവത്ഗീത ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് മറക്കരുത്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ധൈര്യമല്ല ഇവിടെ ധീരൻ എന്നുള്ളതിന്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഈ ധൈര്യശാലികൾ ഭഗവാനെ ഒന്നും ആശ്രയിക്കില്ല. ചിലർ പറയാറുണ്ട് അതൊക്കെ പേടിത്തൊണ്ടന്മാർക്കാണ് ഈശ്വരനൊക്കെ, നമുക്ക് ഈശ്വരനൊന്നും വേണ്ട എന്നൊക്കെ പറയാറുണ്ട് ചില കുട്ടികൾക്ക്, വിവരമില്ലാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ ഗീത ഡിഫൈൻ ചെയ്തിരിക്കുന്ന ധീരൻ ആരുടെ മനസ്സാണോ എപ്പോഴും ഭഗവാനിൽ ലയിച്ചിരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക്, നമ്മുടെ ബാലവികാസ് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് പറയണം ധീരൻ എന്നുള്ള. അവർ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലിരിക്കും അത്. അപ്പൊ ധൈര്യവാൻ, ധീരൻ എന്നൊക്കെ പേരിന് അർഹനാകണമെങ്കിൽ സദാ ഈശ്വര ചിന്തയിൽ മുഴുകിയിരിക്കുന്നവനെയാണ് ധീരൻ എന്ന് പറയുക എന്നുള്ള വ്യാഖ്യാനം, ഗീതാ വ്യാഖ്യാനം നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ഈ ധീരൻ ഇതിൽ ഈ കൗമാരത്തിലോ യൗവനത്തിലോ ഇതിൻ്റെ ദേഹത്തിന്റെ ചേഞ്ചിനൊന്നും മോഹിക്കില്ല. അപ്പോൾ അവന്റെ സദാ അവന്റെ ചിന്ത എപ്പോഴും ആ ദേഹിയിലേക്കായിരിക്കും. അതാണ് ഈ ഇതിലേക്ക് പറയുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും ഭഗവത്ഗീത പറയുമ്പോൾ എപ്പോഴും പറയുന്നില്ലേ, ആ കിണറ്റിൻകരയിലേക്ക് തൊട്ടില് കുട്ടീനെ ഉറക്കിയിട്ട് കിണറ്റിൻകരയിലേക്ക് വെള്ളമെടുക്കാൻ പോകുന്ന അമ്മയുടെ ഭാവമായിരിക്കും ധീരന്. ആ അമ്മ കുട്ടിയെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. നടക്കുന്നതോ അല്ലെങ്കിൽ അവിടെ കിണറിലേക്ക് വെള്ളം കുടം താഴ്ത്തുന്നു, ഇതൊക്കെ ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്, മീൻസ് തനിയേ നടക്കുന്നു. പക്ഷെ ചിന്ത മുഴുവൻ ആ കുട്ടിയിലെ, തൊട്ടിലുറങ്ങുന്ന കുട്ടിയിലെ. അതുപോലെ നമ്മുടെ ദൈനംദിന കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന ആ കിണറ്റിൻകരിയിലേക്ക് നടക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഭാഗങ്ങളാണ്, അല്ലെ, കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്തോളൂ, അതൊക്കെ ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. ആത്യന്തികമായ നമ്മുടെ ശ്രദ്ധ ആരിലായിരിക്കണം? ദേഹിയിലായിരിക്കണം, ഭഗവാനിലായിരിക്കണം. അവിടെയാണ് ധീരനാവുക. അങ്ങനെയുള്ള ധീരന്മാരായിട്ട് വരണമെന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി അടുത്ത ശ്ലോകം 14. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമാപായിനോ നിത്യ താംതിദിത്യശ്വ ഭാരത. ഇത് പണ്ട് ഞാനൊക്കെ ആദ്യകാലത്തൊക്കെ ബാലവികാസിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഈ ശ്ലോകം. കാരണം ഇപ്പോഴത്തെ സിലബസിൽ ഇല്ല, പക്ഷെ പണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്തു വെച്ചാൽ ഈ സമദുഃഖ സുഖക്ഷമി നമ്മൾ അദ്വേഷ്ട സർവഭൂതാനം പഠിപ്പിച്ചു കൊടുക്കുമല്ലോ. അതേപോലെ ഈ
സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതില് തുടക്കത്തില് ഈ ഒരു ശ്ലോകം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമാവായിനോ നിത്യ സ്ഥാംസ്ഥിതി ഭാരത. ഇതെന്താ കാര്യം എന്നറിയോ? ഇതില് ഒരു വേർഡാണ്, നേരത്തെ ധീരൻ എന്ന് പറഞ്ഞ പോലെ ഇതിലൊരു വേർഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ ഇതിന്റെ അർത്ഥം? ഹേ കുന്തിപുത്ര, ഹേ കൗന്ദേയ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അർജുനനെ ഓരോ പേരിൽ, ഓരോ ശ്ലോകത്തിലും ഓരോ പേരിലല്ലേ വിളിക്കുന്നത്. ഇതിൽ വിളിക്കുന്നത് ഹേ കൗന്ദേയ. ഇന്ദ്രിയ വിഷയ സ്പർശങ്ങൾ ശീതോഷ്ണ സുഖദുഃഖങ്ങളെ നൽകുന്നവയാണ്. അവയാകട്ടെ വന്നു പോകുന്നവയും അനിത്യങ്ങളുമാണ്. അല്ലയോ ഭാരത, അവയെ നീ സഹിച്ചാൽ. ഇവിടെ ഈ ശ്ലോകത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഇനിയുള്ള ഈ ബഹിനോസ്മിന്യതാവെ, അതേപോലെ ഈ പറയുന്ന സ്ഥിതപ്രജ്ഞസ്യകാ ഭാഷ എന്നൊക്കെ വരുന്ന ശ്ലോകങ്ങളൊക്കെ വരാൻ പോകുമല്ലോ, അതിലൊക്കെ ഇനി കുറേ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവർ ശരിക്കും പറഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ ഈ അധ്യായത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഒരു ഹൂ ക്യാൻ ബിക്കം എ ഗുഡ് ലീഡർ എന്നുള്ള, ഹൂ ക്യാൻ ലീഡ് ഓൾവേസ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഇതിൽ നിന്ന് ഇനിയുള്ള ശരിക്കും ചിന്തിച്ച് വേണം ചെയ്യാൻ. ഇത് അനലൈസ് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ വേർഡ് ബൈ വേർഡായിട്ട് സംസ്കൃതം വിഘടിപ്പിച്ച് വിഭക്തിയൊക്കെ നിർണയിച്ചിട്ട് പഠിച്ചാൽ പറ്റില്ല. അതൊക്കെ അത് വലിയ വേദാന്തികളായിട്ട് ആ റിസർച്ച് ചെയ്യുമ്പോൾ പഠിച്ചോളൂ. പക്ഷെ ഇവിടുന്ന് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എന്തെടുക്കാൻ പറ്റും, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ഇത് പഠിക്കുന്നതിന്റെ ലക്ഷ്യം അതാണ്. അല്ലാതെ നമ്മളിപ്പോൾ സാധാരണ ഗീത പ്രഭാഷണങ്ങൾ നടത്തുന്ന പോലെ ഓരോ വേർഡ് ബൈ വേർഡ് ഗീതയുടെ ശ്ലോകത്തിന്റെ മഹിമയോ അതൊന്നും അല്ല പഠിക്കുന്നത്. അതിൽ നിന്ന് വാട്ട് ഇസ് ദ എസെൻസ് ഐ ക്യാൻ ടേക്ക്, അല്ലെ, ടേക്ക് അവേ നമുക്ക് എന്താണ് ഉള്ളത് എന്നാണ് നമ്മൾ ഇതിൽ ചിന്തിക്കുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയ എന്താ അറിയോ, ഈ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല്ലയോ കൗന്ദേയ, ഇന്ദ്രിയ വിഷയ സ്പർശങ്ങൾ ശീതോഷ്ണ സുഖദുഃഖങ്ങളെ നൽകുന്നവയാണ്. അവയാകട്ടെ വന്നു പോകുന്നവയും അനിത്യങ്ങളുമാണ്. അല്ലയോ ഭാരത, അവയെ നീ സഹിച്ചാൽ. ഇത് ഓരോ വേർഡും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇന്ദ്രിയ വേർഡുകൾ ശ്രദ്ധിച്ചോളൂ. ഇന്ദ്രിയ വിഷയ സ്പർശങ്ങൾ. അപ്പൊ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിൽ ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് ഈ ശീതോഷ്ണ സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അറിയാലോ, നമ്മൾ സാധാരണ ഇതിൽ ശ്രദ്ധിച്ചോളൂ. മാത്ര സ്പർശാസ്തുകൗന്ദേയ. മാത്ര, തന്മാത്ര. നമ്മൾ പറയാറില്ലേ ഈ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളെ കുറിച്ച് പറയാറില്ലേ? ബാലവികാസിൽ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ആകാശത്തിന്റെ തന്മാത്ര എന്ത്? ശബ്ദമാണ്. അതെ, വായുവിന്റെ തന്മാത്ര എന്ത്? സ്പർശമാണ്. അപ്പോൾ ശബ്ദസ്പർശ രസരൂപ ഗന്ധം എന്നൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്, തന്മാത്രകളെ കുറിച്ച്. അതിനെക്കുറിച്ചല്ലേ മാത്ര സ്പർശാസ്തു കൗന്ദേയ. തന്മാത്രകളുമായി ബന്ധം എപ്പോഴാണോ ഇന്ദ്രിയങ്ങൾക്ക് ബന്ധം വരുന്നത്, അപ്പോഴാണ് ഈ ശീതവും ഉഷ്ണവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയുന്നത്. ദ്വന്ദ്വങ്ങൾ വരുന്നത് എപ്പോഴാ? വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മറ്റേ അതിലേക്ക് ഒക്കെ പോകുമ്പോൾ കുറെ കൂടി ആഴത്തിലേക്ക് ഇത് വരും. ഇവിടെ നമ്മൾ തുടക്കമിടുകയാണ്. ആ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾക്ക് തുടക്കമിടുകയാണ്. അപ്പോൾ തന്മാത്രകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് തമ്മിൽ ബന്ധപ്പെടുന്നത് വിഷയസുഖങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഉത്കൃഷ്ടത ഉണ്ടാകുമോ അതോ നാശമാണോ ഉണ്ടാവുക? പലപ്പോഴും ജാഗരൂകരായിട്ടില്ലെങ്കിൽ നാശമാണ് വരാം. 99% നാശമായിരിക്കും. കാരണം വിഷയസുഖങ്ങളിൽ നമ്മൾ ഭ്രമിച്ചിരിക്കും, വിഷയസുഖങ്ങളിൽ ഭ്രമിക്കും. ഇത് തമ്മിൽ ബന്ധം, അതാണ് ഇതിന്റെ മായ. മാത്ര സ്പർശാസ്തു കൗന്ദേയ. അതായത് ഇത് തമ്മിൽ ബന്ധമുണ്ടാകുമ്പോൾ, ശീതോഷ്ണ സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സുഖം വരും, അല്ലെ? പിന്നെ ചൂട് ഉണ്ടാകുമ്പോൾ തണുപ്പ് വേണം തോന്നും, തണുപ്പുണ്ടാകുമ്പോൾ ചൂട് വേണം തോന്നും. ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങൾ വരും. അപ്പോ ഈ ഇതിൽ പറയാണ് അത് വന്നു പോകുന്നവയാണ്. ആഗമാവായിനോ, അതൊക്കെ വന്നും പോകുന്നവയാണ്. അത് അവിടെയോ അതിലല്ല ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് നീ ഇതൊക്കെ സഹിക്കണം. എങ്ങനെ സഹിക്കണം? ഒരേ ഭാവത്തോടുകൂടി സഹിക്കണം. അതിലാണ് അദ്വൈത സർവഭൂതാന ആ ശ്ലോകത്തിൽ വരുന്നത്. ഒരേപോലെ എന്നല്ല അർത്ഥമല്ല, ഒരേപോലെ അതിന്റെ എഫക്റ്റ് എന്തായാലും നീ സഹിക്കണം. ഇപ്പൊ സുഖം, അതിന്റെ അർത്ഥം ഉഷ്ണവും ശീതവും ഒന്ന് ഒരേപോലെ ആവണമെന്നല്ല. ഉഷ്ണവും സഹിക്കണം, ശീതവും സഹിക്കണം. നീ സഹിക്കണം എന്നുള്ള ആ വാക്കുണ്ടല്ലോ, അവിടെയാണ് ഇവിടെ ആഗമാപായിനോ അനിത്യാസ്
സ്ഥാം തിദിക്ഷസ്വ ഭാരത. തിദിക്ഷ എന്നുള്ള ഭാഗം ഇത് വരുന്നുണ്ട്. സാധനാ ചതുഷ്ടയങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിൽ വരുന്നുണ്ട്. ഏത്? തിദിക്ഷ. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് കുറച്ച് കൂടുതൽ പഠിക്കേണ്ടതാണ്. കാരണം ബാലവികാസത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ തിദിക്ഷയെക്കുറിച്ച് ഭഗവത്ഗീതയിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാം. 14-ാമത്തെ ശ്ലോകം, സാഖ്യയോഗത്തിലെ 14-ാമത്തെ ശ്ലോകത്തില് തിദിക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് തിദിക്ഷ? അപ്പൊ ശീതമായാലും ഉഷ്ണമായാലും നീ സഹിക്കണം. അതിന്റെ കൂടെ വേറെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ വിഷയസുഖങ്ങളുമായിട്ട് ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ബന്ധപ്പെടുന്നത് എപ്പോഴാണോ തന്മാത്രകളുമായിട്ട് ഇന്ദ്രിയങ്ങൾ ബന്ധപ്പെടുന്നത്, അപ്പൊ ദ്വന്ദ്ങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെ നീ സഹിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ സഹിക്കണം? സമഭാവനയോടുകൂടി സഹിക്കണം എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുട്ടികളെടുത്ത് ഈ പഞ്ചഭൂതങ്ങളുടെ അല്ലെങ്കിൽ ഇത് കാരണം പഞ്ചേന്ദ്രിയങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ മയങ്ങി അല്ലെങ്കിൽ വിഷയങ്ങളും ഇപ്പോൾ വേണമെങ്കിൽ നല്ല കുട്ടികൾക്ക് നിങ്ങളടുത്ത് ചോദിക്കാം, ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം തോന്നണം ഇത് എവിടെയാണ് ഇത് തമ്മിൽ ബന്ധപ്പെടുമ്പോൾ എന്താ ദോഷം? ഏത്? തന്മാത്രയും ഇന്ദ്രിയങ്ങളും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ എന്താണ് പ്രശ്നം? അപ്പോൾ ഇന്ദ്രിയങ്ങളും തന്മാത്രയും തമ്മിൽ ബന്ധപ്പെടുന്നു, എന്താണ് അതിന്റെ കുഴപ്പം? ശീതോഷ്ണ സുഖ വിഷയസുഖങ്ങളുമായിട്ട് ഇന്ദ്രിയങ്ങൾ ബന്ധപ്പെടുമ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ ശബ്ദസ്പർശ രസരൂപഗന്ധം, ഇതാണ് തന്മാത്രകൾ. ഇതുമായിട്ടാണ് ഇന്ദ്രിയങ്ങൾ ബന്ധപ്പെടുന്നത്. അപ്പൊ ശബ്ദം എങ്ങനെയാണ്? ചെവി കൊണ്ടാണ് കേൾക്കുന്നത്. ചെവി കൊണ്ട് കേട്ടിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഞാൻ നിങ്ങളെ മുമ്പ് പഠിപ്പിച്ചിരുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരിൽ 5 ഗുരുക്കന്മാര് ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഉള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദോഷങ്ങൾ കാരണം അതിൽ നിന്ന് നമ്മൾ അറിവ് സമ്പാദിക്കണം. ഏത്? ജ്ഞാനം ഉണ്ടാകണം. ഈ 5 ഗുരുക്കന്മാരായാലും പറയുന്നുണ്ട്. ഈ 24 ഗുരുക്കന്മാരിൽ ഈ 5 ഗുരുക്കന്മാർ ഈ ശ്ലോകവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അതായത് മാത്രാസ്പർശ തന്മാത്രകളും നമ്മുടെ ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ച് അതിങ്ങനെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ പെട്ട് എങ്ങനെ നശിക്കുന്നു എന്ന് നമ്മുടെ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ബെസ്റ്റ് എക്സാമ്പിൾ ശബ്ദം കൊണ്ട് നശിക്കുന്നത് മാനാണ് ഒരു ഗുരുവായിട്ട്. മാൻ നശിക്കുന്നത് പോലെ നമ്മൾ നശിക്കാതിരിക്കണമെന്നാണ്. ഈ ഗുരു എന്ന് പറയുന്നത് ഇവിടെ പ്രകൃതിയിൽ നിന്നുള്ള പാഠമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗുരുത്വം ആണ്. 24 ഗുരുക്കന്മാരെ അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഭാഗവതത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൽ നിന്ന് മാനുണ്ടായിരിക്കുന്ന അധപ്പതനം നമുക്കുണ്ടാവരുത്. അതാണ് നമ്മളതിന്റെ വാണിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. മാൻ സംഗീതം കേട്ട് നിൽക്കുന്നവർ, നല്ല ഓടക്കുഴൽ നാദം കേട്ട് കഴിഞ്ഞാൽ മാൻ നിശ്ചലമാവും അത്രേ. മാനിനെ പിടിക്കാൻ വളരെ എളുപ്പം. കുരങ്ങന്മാരെ പിടിക്കുന്ന കാര്യം നമ്മൾ പറയാറുണ്ടല്ലോ, ആ പഴത്തിൽ പിടിയിൽ മുഴുക്കുന്ന കാര്യം നമ്മൾ പറയാറില്ലേ. അതേപോലെ ഇതിൽ മാനിനെ പിടിക്കുന്നത് ഈ സംഗീതത്തോടു കൂടിയാണ്. സംഗീതം നല്ല ഓടക്കുഴൽ. അപ്പൊ എന്തിലാണ് പെട്ടത്? അത് ശബ്ദത്തിലാണ് പെട്ടത്. അപ്പോൾ കർണം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, അതായത് നമ്മുടെ ചെവി മുഖാന്തരം മാൻ നശിക്കുന്നു. അല്ലെങ്കിൽ ചെവിയും ശബ്ദവും തമ്മിൽ ബന്ധപ്പെടുണ്ടാകുമ്പോൾ, തന്മാത്ര അത് തമ്മിൽ ബന്ധമുണ്ടാകുമ്പോൾ, ഇന്ദ്രിയങ്ങളും ആ വിഷയങ്ങളും തമ്മിൽ ബന്ധമുണ്ടാകുമ്പോൾ ആ വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് മാൻ. ഓടക്കുഴൽ നാദത്തിൽ കുടുങ്ങിക്കിടന്ന് അവിടെ ഒരിക്കലും രക്ഷപ്പെടാനാകാതെ പിടികൊടുക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യനും അടിമയാകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. രണ്ടാമത്തത് സ്പർശം ആരാണ്? ത്വക്ക് അല്ലെ? ത്വക്ക് നമ്മുടെ സ്പർശമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പറയാൻ പറ്റിയത്. ശരിക്കും സ്പർശത്തിൽ പെട്ടിട്ടാണല്ലോ ഇവിടെ എല്ലാം ഇപ്പോഴത്തെ ജനറേഷൻ മുഴുവൻ നശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്പർശനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കാം. ആനയാണ് പറയുന്നത്. ആന പിടിയാനയെ കണ്ട ആനയ്ക്ക്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആനയെ പിടിക്കത്ര എളുപ്പമൊന്നുമല്ല. ഈ ഇതില് വാരിക്കുഴിയിൽ ആന വീഴിക്കുന്നത് എങ്ങനെയാ അറിയോ? പിടിയാനേനെ വെച്ചിട്ടാണ് അത്രേ. അല്ലാതിരുന്നാല് ആന വീഴില്ല. ആനയ്ക്ക് അറിയാം എവിടെ കുഴിയുണ്ടെന്ന്. ആന ഒരു വടിയൊക്കെ എടുത്തിട്ട് ഈ കുഴിയൊക്കെ കുത്തി നോക്കുന്നതാണ് പറയുന്നത്. ആനയ്ക്ക് നല്ല ബുദ്ധിയാണ്. പക്ഷെ പിടിയാനേനെ കണ്ട ഇത് മറക്കും അത്രേ. ഈ വടിയെടുത്ത് കുത്തി നോക്കുന്ന കാര്യമൊക്കെ മറക്കും. അങ്ങനെയാണ് വാരിക്കുഴിയിൽ വീഴുന്നത്. അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ ജനറേഷനും അല്ലെ?
വീഴുന്നത്. ഈ പിടിയാനായാലും പിന്നെ എന്താ ആണാനായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സ്പർശനം, സുഖം കാക്ഷിച്ച് ത്വക്ക് എന്ന ഇന്ദ്രിയത്തിന്മേലുള്ള അമിതമായ ആസക്തി കാരണം നശിക്കുന്നു. ഇതിനെക്കുറിച്ചിട്ടാണ് ഈ മാത്രാസ്പർശനസ്തു തന്മാത്രയും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ബന്ധം, ആ ദ്വന്ദ്വങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി എങ്ങനെ നശിക്കുന്നു. അപ്പൊ രണ്ടാമത്തത് ശബ്ദസ്പർശ, ആനയാണ് ഗുരു. മൂന്നാമത്തത് ശബ്ദസ്പർശ രസം, നാവ്. രസം എങ്ങനെയാണ്? നാവ്, അത് ആരെ പറയാൻ? മത്സ്യം ആലോചിച്ച് നോക്കൂ. ചെറിയൊരു പുഴുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ആ കൊക്കയിൽ കൊണ്ടുപോയി കൊടുക്കും അല്ലെ. സാധാരണ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ മഹർഷി അല്ലെ വലിയ വലിയ മഹാന്മാര് പറയാറുണ്ട്, 6 അടി നീളമുള്ളവൻ 6 ഇഞ്ച് വലിപ്പമുള്ള ആ നാവിന് വേണ്ടി ജീവിതം ഹോമിക്കുന്നു. ഈ ശാപ്പാട് അടിക്കുന്നവനും നോൺ വെജിറ്റേറിയൻ അടിക്കുന്നവരൊക്കെ ശാപ്പാടിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, അവരെ കുറിച്ചാണ് പറയണത്. 6 അടി നീളമുള്ള ഒരു മനുഷ്യനെ വെറും 6 ഇഞ്ച് നീളമുള്ള ഒരു നാവിനെ നിയന്ത്രിക്കാൻ പറ്റാതെ അതിനടിമപ്പെട്ട് ജീവിതം ഹോമിക്കുന്നു. അതുപോലെ തന്നെയാണത്രേ മത്സ്യം. കുറച്ചു നേരത്തേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പോയി കടിക്കും, അതോടുകൂടി അതിൻ്റെ ജീവിതവും കഴിയും. മത്സ്യം കുടുങ്ങുന്നത് പോലെ കുടുങ്ങും നമ്മള്. അപ്പൊ മത്സ്യം ഒരു ഗുരുവാണ്. എന്തിന്? ഈ നാവ് എന്ന ഇന്ദ്രിയം, അതിനു വേണ്ടിയിട്ട് എന്താണ് ശബ്ദസ്പർശ രസ. ഇനി അടുത്തത് രൂപം. കണ്ണും വിഷയങ്ങളും അല്ലെ. നമ്മളെപ്പോഴും പറയാറില്ലേ, ആ സംഘം വരുന്നത് എപ്പോഴാ? കണ്ണിൽ കൂടിയാണ് പലപ്പോഴും. ശബ്ദം ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയും വരും, പക്ഷെ പലപ്പോഴും കൂടുതലും വരുന്നത് കണ്ണിൽ കൂടിയാണ്. കല്യാൺ സിൽക്കിന്റെ മുമ്പിൽ കൂടി നടന്നാൽ നല്ല സാരി കാണും, അപ്പോൾ അവിടെ കയറണം തോന്നും, പിന്നെ പൈസ ചിലവോ അതിനുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ കാഴ്ചയാണ് പ്രശ്നം, അല്ലെങ്കിൽ കണ്ണ് വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഈ ശ്ലോകത്തിൽ. അപ്പൊ അവിടെ ഗുരു ആരാണ് പറഞ്ഞിരിക്കുന്നത് അറിയോ? കാഴ്ചയിലൂടെ ഈയാമ്പാറ്റ എന്നൊരു ഗുരുവാണ്. ഈയാമ്പാറ്റ എന്താ ചെയ്യുന്നത്? നല്ല ദീപങ്ങൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പോയി കുടുങ്ങും. അതിൽ പോയി ഹോമിക്കുകയാണ്, ശരീരം ഹോമിക്കുന്ന പോലെയാണ്. അപ്പൊ ഈയാമ്പാറ്റ ഒരു ഗുരുവാണ്. അതുപോലെയാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ ആകർഷണത്തിൽ പെട്ട് അല്ലെ. നമ്മളെല്ലാവരും അട്രാക്ഷൻ അതാണല്ലോ. ഫസ്റ്റ് അപ്പിയറൻസ് ഈസ് ദ ബെസ്റ്റ് അപ്പിയറൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടെ കുടുങ്ങിയിട്ട് ജീവിതം നശിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ അവർക്ക് നമ്മുടെ ബാലവികാസ് കുട്ടികൾക്കൊക്കെ അവർ വലുതാവുന്നതിന് മുമ്പേ തന്നെ ഈ പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലോ ഈ അട്രാക്ഷൻ കൺട്രോൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താണ് പറയേണ്ടത്? ശബ്ദസ്പർശ രസ രൂപമായി. രൂപം. ഇനി ഗന്ധം. അവസാനത്തത് ഗന്ധം. വണ്ട്. അപ്പോ രൂപത്തിന് ഈയാമ്പാറ്റ ഗുരു, അതുപോലെ ഗന്ധത്തിന് വണ്ടാണ് ഗുരു. ഈ വണ്ട് ഭയങ്കര ശക്തിയുള്ള ആളാണ്. എത്ര വലിയ എന്താ പറയുക, കർണന്റെ തുളച്ചു എന്നൊക്കെ പറയില്ലേ, ഗുരുക്ക് പോലെയുള്ള തൊടയായിരുന്നു അത്രേ. അത് തുളച്ച് പരശുരാമന്റെ ശാപം കിട്ടിയൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുപോലെ വലിയ വലിയ മരങ്ങളൊക്കെ തുളക്കാൻ പറ്റിയ ഈ വണ്ട് താമരപ്പൂ മുട്ടിൻ്റെ അടുത്ത് പോയി നിന്നാൽ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അവിടെ മതിമറന്ന് കിടക്കും. അവിടെ നിന്നാണ് മറ്റു ജീവികൾ പിടിക്കുന്നതും മറ്റു പല ഇതിലും ചിലപ്പോൾ പൂക്കളെന്നെ അടയും, അതിൽ പെട്ട് നശിക്കും എന്ന് പറയും. പലപ്പോഴും വണ്ട് നശിക്കുന്നത് ഇങ്ങനെയാണ്, ഗന്ധം കാരണം. ആ ഗന്ധത്തിൽ പെട്ട് നശിക്കും സ്വയം ജീവിതം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പരമമായ ഈ ശ്ലോകത്തിലൂടെ പരമമായ ഒരു കാര്യം ഇതാണ്. 5 ഇന്ദ്രിയങ്ങളും മൂലം നശിക്കുന്നത് 5 ഗുരുക്കന്മാരെ പറഞ്ഞു കൊടുക്കുക. അത് വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രാ സ്പർശാസ്തു തന്മാത്ര. മാത്ര എന്നുള്ളതിന്റെ തന്മാത്ര തന്നെ ചുരുക്കം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത അഗമാപായിനോ നിത്യ സ്ഥാം തിരിശ്രക്ഷസ്വ ഭാരത. അതായത് ഇനി അടുത്ത ഒരു പോയിന്റ് കൂടി പറയണേ ഇതില്, എന്നിട്ട് ഈ ശ്ലോകത്തോടെ നമുക്ക് നിർത്താം. അപ്പോൾ അടുത്ത പോയിന്റ് എന്താ അറിയാം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്
തിദിക്ഷ നമ്മുടെ സാധനാ ചതുഷ്ടയങ്ങളിൽ പറയുന്ന തിദിക്ഷ. സാധനാചതുഷ്ട വിവേകം, വൈരാഗ്യം, പിന്നെ മൂന്നാമത്തത് ആ ഷഡ് സമ്പത്തി. ഷഡ് സമ്പത്തിയിൽ എന്താ? ശമം, ദമം, തിദിക്ഷ മൂന്നാമത്തത്. അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതിലാണ് എന്ന് പറയുന്നത്. ശരിക്ക് വിവേക ചൂടാമണിയിലെ 24ാമത്തെ ശ്ലോകം ആണ് തിദിക്ഷയെ ശങ്കരാചാര്യർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പ്രതികാരം ഉണ്ടെങ്കിലും പ്രതികാരം ചെയ്യാതിരിക്കുക, പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടെങ്കിലും പ്രതികാരം ചെയ്യാതിരിക്കുന്നതിനെയാണ് തിദിക്ഷ എന്നൊക്കെ പറയുന്നത് പറയില്ല. ശരി തന്നെയാണ്. പക്ഷെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ആ ശ്ലോകത്തിൽ, നമുക്ക് 24ാമത്തെ ശ്ലോകം നോക്കി അറിയാൻ പറ്റും. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം തിദിക്ഷ സാ ശുഭാമത. അതായത് എന്താണ് തിദിക്ഷ എന്നുള്ളത് ശങ്കരാചാര്യർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ശ്ലോകത്തിന്മേലാണ് നമുക്ക് ചിന്തിക്കുമ്പോൾ അതും കൂടി നമുക്ക് പഠിക്കാം. അതായത് തിദിക്ഷയുടെ പ്രാധാന്യവും തിദിക്ഷയുടെ ആവശ്യകതയും എത്രത്തോളം ആവശ്യമുണ്ട്. നമ്മളിനി ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗീവ് ഒക്കെ നമ്മൾ പഠിക്കുമല്ലോ. നമ്മുടെ വരുന്ന സമ്മർ ക്യാമ്പിന് ഒരു ടോപ്പിക് ഉണ്ട്, ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗീവ്. അതെ, ലവ് ആൾ സർവൾ എങ്ങനെ പ്രാവർത്തികമാക്കുന്നൊക്കെ ഉള്ള. അതിൽ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഫൊർഗെറ്റ് എന്നുള്ളതിൽ ആ തിദിക്ഷ വളരെ പ്രധാനം. എന്താണ് ഈ മറക്കേണ്ടത്? തിദിക്ഷ സഹിക്കണം എന്നാ പറഞ്ഞത്. ഇവിടെ നീ സഹിക്കണം അർജുന എന്ന് പറഞ്ഞു. എന്ത്? ഈ ദ്വന്ദ്വങ്ങൾ എന്ത് സഹിക്കാനുള്ള ഇത് വേണം, നിനക്ക് അതിനുള്ള കഴിവുണ്ടാവണം. അപ്പൊ എന്താ പറയണത്? ഒന്ന് പ്രതികാരബുദ്ധിയോ ഏകാന്ത വിലാപം പോലും പാടില്ല. മറ്റുള്ളവരെ കാണിക്കാൻ മാത്രമല്ല, ഒന്നിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും വിലാപം പാടില്ല. പ്രതികാരം ചെയ്യാത്തതിൽ നഷ്ടബോധം ഉണ്ടാവാൻ പാടില്ല. പിന്നെയോ ആവലാതികൾ ഉണ്ടാവാൻ പാടില്ല. സർവ ദുഃഖങ്ങളെയും സഹിക്കാനുള്ള ആ കഴിവാണ് തിദിക്ഷ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു ശങ്കരാചാര്യർ. 24ാമത്തെ ശ്ലോകം വിവേക ചൂടാമണി. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം തിദിക്ഷ സാ ശുഭാമത എന്നാണ് ആ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, പ്രതികാരബുദ്ധിയോ പിന്നെയോ അതായത് ഏകാന്ത വിലാപം. ചിലര് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ പറയും ഞാൻ സഹിച്ചു എന്ന്, പക്ഷെ ഒറ്റക്ക് ഇരിക്കുമ്പോൾ ദേഷ്യം വരും. അതും പാടില്ല. അതാണ് ഏകാന്ത വിലാപം പാടില്ല. പിന്നെയോ മറ്റാവലാദികളും സർവ്വ ദുഃഖങ്ങളെയും സഹിക്കാനും ഒക്കെയുള്ള കഴിവാണ് തിദിക്ഷ എന്ന് ശങ്കരൻ പറയുന്നു. ഇവിടെ അതാ പറയുന്നത്, നീ സഹിക്കുക എന്ന് പറയുന്നുണ്ട്. ആ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കൂ. അല്ലയോ കൗന്ദേയ, ഇന്ദ്രിയ വിഷയ സ്പർശങ്ങൾ ശീതോഷ്ണ ദുഃഖങ്ങളെ നൽകുന്നവയാണ്, അത് വന്നു പോകുന്നവയുമാണ്, അനിത്യങ്ങളുമാണ്. അല്ലയോ ഭാരത, അവയെ നീ സഹിച്ചാലും. കൃഷ്ണന്റെ ഉത്തരവാണ് ഇത്, നമ്മളോടുള്ള ഉത്തരവാണ്, നമ്മുടെ ബുദ്ധിയോടുള്ള ഉത്തരവാണ്. അർജുനൻ എന്നുള്ളത് ബുദ്ധിയുടെ പ്രതീകമാണ്. ബുദ്ധി വക്രിക്കുമ്പോഴാണ് നമ്മൾ തെറ്റായി പോകുന്നത്. അപ്പൊ ബുദ്ധിയെ ശരിയായ രീതിയിൽ നടത്താൻ വേണ്ടി ആ ഭഗവാൻ നമുക്ക് തരുന്ന ആജ്ഞയാണ്, നീ സഹിക്കുക. ഈ ദ്വന്ദ്വങ്ങളെ നീ സഹിക്കണമെങ്കിൽ നീ തിദിക്ഷയുള്ളവനാകണം. അപ്പൊ സാധനാ ചതുഷ്ടയങ്ങളിലെ ഷഡ്സമ്പത്തികളിലെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി, ഒരു ഭക്തന്റെ ക്വാളിറ്റി, ധീരന്റെ ക്വാളിറ്റി ആയ തിദിക്ഷ നിനക്കുണ്ടാവണം. തിദിക്ഷയുടെ ഡെഫിനിഷൻ വിവേക ചൂടാമണിയിലെ 24ാമത്തെ ശ്ലോകത്തിൽ, അതേപോലെ ഭഗവത്ഗീതയിലെ 14ാമത്തെ ശ്ലോകത്തിലും തിദിക്ഷയെക്കുറിച്ച് പറയുന്നു.